ജെബിൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും വിവിധ സാംസ്കാരിക സാമ്പത്തിക വിദഗ്ധരും പല മേഖലകളിലുള്ളവരും ഈ ബഡ്ജറ്റിനെ അവലോകനം ചെയ്തുകൊണ്ട് വ്യത്യസ്ത നിലകളിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വലിയ അളവിലുള്ള വിമർശനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റിനോട് പൊതുവിൽ രാജ്യത്താകമാനം ഉയർന്നു വന്നിട്ടുള്ളത്. ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ ബഹൻ കുമാരി മായാവതിജി ഇതിനോടകം തന്നെ പാർട്ടിയുടെ ബഡ്ജറ്റിനോടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ബഡ്ജറ്റ് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനും അവരുടെ പുരോഗതിക്കും ഉതകുന്ന ഒന്നല്ല എന്ന് ഈ ബഡ്ജറ്റിനെ പ്രാഥമികമായി വിലയിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം, ഏതൊരു ബഡ്ജറ്റും രാജ്യത്തിൻ്റെ സമ്പത്ത്, രാജ്യത്തിൻ്റെ റവന്യൂ, രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾക്കും ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ നിലകളിലുള്ള പദ്ധതികൾക്ക് അർഹമായ നിലയിൽ വീതം വെച്ച് നൽകുകയും എല്ലാ ജനവിഭാഗങ്ങളിലേക്കും രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള പ്രാഥമികമായ നീതി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിലനിൽക്കുന്നുണ്ട്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ബഡ്ജറ്റ് പ്രാഥമികമായി കേരളത്തോട് വളരെ കടുത്ത അനീതിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായി ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്ന സമയത്ത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സമനീതി മുന്നിൽ വെച്ചുകൊണ്ട് അർഹമായ വിഹിതങ്ങൾ, അർഹമായ പങ്കാളിത്തം ബഡ്ജറ്റിനകത്ത് ഇല്ലാതെ പോയി എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റകരമായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ വിവിധ ഭാഷാ സംസ്ഥാനങ്ങൾക്ക്, വിവിധ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾക്ക്, വിശേഷിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ജനവിഭാഗങ്ങൾക്ക് രാജ്യത്തെ റവന്യൂ ഉപയോഗിച്ച് നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ള ഏറ്റവും അനിവാര്യമായ ഒരാവശ്യകത കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റിലൂടെ അങ്ങേയറ്റം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പ്രതിഷേധാത്മകമായ, അപലപനീയമായ ഒരു സംഗതിയാണ്. ഈ നിലയിൽ രാജ്യത്തിൻ്റെ റവന്യൂ വ്യത്യസ്തമായ വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾക്ക് വിനിയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ നിലയിലുള്ള ഒരു ഉദ്ദേശവും ഈ ബഡ്ജറ്റ് സാക്ഷാത്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. രാജ്യത്തെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഇങ്ങനെ തുടങ്ങിയ
ഏറ്റവും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഈ സംഗതികൾക്കൊന്നും ഈ ബഡ്ജറ്റ് ഒരു പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ കാര്യം BSPയുടെ ദേശീയ അധ്യക്ഷ ഇതിനോടകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഈ ബഡ്ജറ്റിനെ അപലപിക്കുകയാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ ചെയ്തിരിക്കുന്നത്. പ്രാഥമികമായി നോക്കിയാൽ ഈ ബഡ്ജറ്റ് അങ്ങേയറ്റം കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങേയറ്റം എതിരായതുമാണ് എന്നാണ് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുക. രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച ഈ നിലയിലുള്ള വ്യത്യസ്തമായ ആശങ്കകൾ ഇതിനോടകം പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യമെടുത്താൽ തന്നെയും രാഷ്ട്രീയ പകപോക്കലും രാഷ്ട്രീയ എതിരാളികളെ നിലയ്ക്ക് നിർത്തുകയും പാഠം പഠിപ്പിക്കുകയും ചെയ്യുക എന്ന നിലയിലാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കാതെ കേരളത്തിന് അർഹമായ പങ്ക് രാജ്യത്തിൻ്റെ റവന്യൂവിൽ കൊടുക്കാതെ, അത് അലോക്കേറ്റ് ചെയ്യാതെ, അത് മാറ്റിവെക്കാതെ കേന്ദ്രം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാ കേരളീയരുടെയും മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിൽ നിന്നും ശക്തമായ വിമർശനവും ആ നിലയിലുള്ള പ്രതിഷേധവും ഉയർന്നു വരേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ആന്ധ്രയും ബീഹാറും എടുത്താൽ ഇപ്പോൾ ഈ ബഡ്ജറ്റ് NDA ഗവൺമെൻറ്റിൻ്റെ ഭരണം നിലനിർത്താൻ ആവശ്യമായ ഏത് സംസ്ഥാനങ്ങളുടെയും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളുടെയും പിന്തുണയാണോ ഗവൺമെൻറ്റിന് വേണ്ടത്, ആ സംസ്ഥാനങ്ങളെയും ആ സംസ്ഥാനത്തെ ആന്ധ്ര, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും അവരെ ചേർത്ത് നിർത്തുന്ന വിധത്തിൽ അർഹമായതിനേക്കാൾ അധികം പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുന്ന വിധത്തിൽ അവരെ പ്രീണിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് ഈ ബഡ്ജറ്റ് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന ഒരാരോപണം. അത് തീർച്ചയായും ആ ആരോപണത്തിൽ ന്യായമായ കഴമ്പ് ആ ആരോപണങ്ങളിലെല്ലാം ഉണ്ട്. ഇതിൽ വളരെ രസകരമായതും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമായ മറ്റൊരു സംഗതി, രാജ്യത്തെ പട്ടിക വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട പദ്ധതി വിഹിതങ്ങൾ ഒരിടത്തും ഈ ബഡ്ജറ്റിൽ പരാമർശിക്കുന്നില്ല എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു സംഗതിയാണ്. ഇന്ത്യയുടെ ഭരണഘടന ചരിത്രപരമായ കാരണങ്ങളാൽ ഏറ്റവും അടിത്തട്ടിലേക്ക് പതിച്ചു പോയ ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പല ക്ഷേമ പദ്ധതികളും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഭരണഘടനാദത്തമായി പോലും ലഭിക്കേണ്ട പ്രാതിനിധ്യം അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ ഒന്നും പരാമർശിച്ചു കാണുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായൊരു സംഗതിയും പട്ടിക വിഭാഗങ്ങൾക്ക് എതിരായ ഒരു ബഡ്ജറ്റുമാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, എത്ര ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് എത്ര രൂപ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യണമെങ്കിൽ പോലും ഫണ്ട് അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ, ഫണ്ട് വിഹിതം മാറ്റിവെച്ചാൽ മാത്രമേ മാറ്റിവെക്കപ്പെട്ട വിഹിതത്തിൽ എത്ര ചെലവഴിച്ചു, എത്ര ചെലവഴിച്ചില്ല, എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്ന ചോദ്യം പോലും ഉയർത്താൻ ആ വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ആ വിഭാഗങ്ങളോട് നീതി കാണിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കൂട്ടായും ഒറ്റയ്ക്കും എന്താണ് ഈ വിഭാഗങ്ങൾക്ക് വകയിരുത്തപ്പെട്ട ഫണ്ട് ചെലവഴിക്കപ്പെടാത്തത് എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ പോലും ഈ ഫണ്ട് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്താൽ, ബഡ്ജറ്റിൽ വകയിരുത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത നിലനിൽക്കെ ഭാവിയിൽ അത്തരമൊരു ചോദ്യം പോലും ഉയർന്നു വരാത്ത നിലയിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഇതങ്ങേയറ്റം രാജ്യത്തെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സമൂഹങ്ങളോട്, ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് പറയാതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. നോക്കൂ, അവതരിപ്പിക്കപ്പെട്ട യൂണിയൻ ബഡ്ജറ്റിൽ പട്ടിക വിഭാഗങ്ങളെക്കുറിച്ച് സ്പഷ്ടമായി യാതൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാത്മകമായ ഒരു സംഗതിയാണ്. പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചതും
ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പാർലമെന്റിൽ ചെയ്ത പ്രസംഗവും ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇതിലൊന്നും പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും മാറ്റിവെച്ചതായി, അവർക്ക് ഇത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്തു എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു സംഗതിയാണ് എന്ന് പറയാതെ നിർവാഹമില്ല. അതുപോലെ തന്നെയാണ് ഇത് ഈ വിഭാഗങ്ങളോട് കാണിക്കുന്ന വളരെ ശക്തമായ അവഗണനയാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. നിങ്ങൾ നോക്കൂ, പല വിഹിതങ്ങളും പട്ടിക വിഭാഗങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട പല പരിരക്ഷകളും പല ക്ഷേമ പദ്ധതികളും കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കുന്ന ഫണ്ടിൽ നിന്നുമാണ് അവർക്ക് ലഭിക്കേണ്ടത്. രാജ്യത്താകമാനം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന രാജ്യത്താകമാനമുള്ള പട്ടിക വിഭാഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ക്ഷേമം, അവരുടെ പുരോഗതി, അവരുടെ ജീവിത നിലവാരം ഉയർത്തൽ തുടങ്ങിയ വ്യത്യസ്തമായ പദ്ധതികൾക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് ഫണ്ട് അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ, കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് ഫണ്ട് മാറ്റിവെച്ചാൽ മാത്രമേ അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാനും അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അത് നടപ്പിലാക്കുവാനും കഴിയുള്ളൂ. ഉദാഹരണത്തിന്, രാജ്യത്താകമാനമുള്ള പട്ടിക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രാന്റ്, SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അവർക്ക് ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ ഗുരുതരാവസ്ഥ നോക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രാന്റ്, സഹായം, ഇതെല്ലാം ലഭിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കുന്ന അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട്, ആ ഫണ്ടിൽ നിന്നും മാത്രമേ ഇത്തരം സംഗതികൾ അവർക്ക് അവകാശപ്പെടാൻ കഴിയൂ, ഇത്തരം കാര്യങ്ങൾ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഈ ഫണ്ട് മാറ്റിവെക്കുന്നില്ല എങ്കിൽ ഗ്രാന്റ് അടക്കം അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന, വ്യത്യസ്ത സംസ്ഥാനത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ ഇത്യാദി കാര്യങ്ങൾ, ഗ്രാന്റ് അടക്കമുള്ള സംഗതികൾ, ഇതൊന്നും അവർക്ക് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊന്നും ഈ ബഡ്ജറ്റിൽ ഒരു സ്ഥലത്തും പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. നോക്കൂ, രാജ്യം ഭരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്നൊരു ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതും എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതുമാണ് ഈ ബഡ്ജറ്റ്. ഗവൺമെന്റ് ഏത് വിഭാഗങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തുറന്നു കാണിക്കുന്ന, ഗവൺമെന്റിനെ തികച്ചും എക്സ്പോസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് ഈ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിവരാവകാശം വഴി പോലും നാളെ ഈ വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് എത്ര ചെലവഴിച്ചു, എന്തുകൊണ്ടാണ് ചെലവഴിക്കാത്തത് എന്ന് ചോദ്യം ചെയ്യുവാൻ പോലുമുള്ള, ആ നിലയിൽ പോലും അത് അറിയുവാനുള്ള ഒരു പൗരന്റെ അവകാശത്തെയാണ് ഈ ബഡ്ജറ്റിലൂടെ ഹനിക്കപ്പെടുന്നത്. സാധാരണ നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ സംസ്ഥാന ഗവൺമെന്റുകളാകട്ടെ വലിയ ഫണ്ട് ഈ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ചാൽ ഏറ്റവും അവസാനം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ആ ഫണ്ടുകളിൽ സിംഹഭാഗവും ലാപ്സായി പോവും. അത് ഒന്നും ഉപയോഗിക്കാതെ അത് ലാപ്സ് ആവുന്ന സാഹചര്യമുണ്ട്. അത് കാലാകാലങ്ങളായി തുടർന്നു വരുന്നതാണ്. അങ്ങനെ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് ലാപ്സാക്കാൻ വേണ്ടി പോലും ഈ NDA ഗവൺമെന്റ് അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിനകത്ത് പട്ടിക വിഭാഗങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല എന്നുള്ളത്, കാര്യമായ പരിഗണന അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധം അറിയിക്കുന്ന ഒന്നാണ്. അങ്ങേയറ്റം ഈ കാര്യത്തിലുള്ള പ്രതിഷേധം ബഹുജൻ സമാജ് പാർട്ടി അറിയിക്കുകയാണ്. നോക്കൂ, സാധാരണ നിലയിൽ ഈ നിലയിൽ ലാപ്സാവുന്ന ഫണ്ടുകൾ എല്ലാ കാലങ്ങളിലും, അത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും അത് നടന്നു വരികയാണ്. ഈ ബഡ്ജറ്റിനകത്ത് ആകെ കൂടി പറഞ്ഞിരിക്കുന്നത് പട്ടികവർഗക്കാരെ സംബന്ധിച്ച്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ സംബന്ധിച്ച് ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പറയാൻ. ആ പദ്ധതി ആദിവാസികളുടെ ഉന്നമനത്തിനായി ബഡ്ജറ്റിൽ പ്രത്യേക പദ്ധതിയുണ്ട് എന്ന നിലയിലാണ് ഒരു പ്രത്യേക പേര് കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന പേരിൽ രാജ്യത്തെ ആദിവാസികൾക്ക് വേണ്ടി, പട്ടികവർഗക്കാർക്ക് വേണ്ടി ഒരു പദ്ധതി
എന്ന നിലയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് രാജ്യത്തെ 112 ജില്ലകളിൽ 5 കോടി ആദിവാസികൾക്ക് 112 ജില്ലകളിൽ പെടുന്ന 5 കോടി ആദിവാസികൾക്ക് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് ബഡ്ജറ്റിനകത്ത് പറയുന്നത്. അതിൽ 112 ജില്ലകളിൽ ഒരു ജില്ല കേരളത്തിൽ നിന്നുള്ള ജില്ലയാണ്, അത് വയനാട്. കേരളത്തിൽ നിന്നും വയനാട് എന്ന് പറയുന്ന ഒറ്റ ജില്ലയാണ് ഉള്ളത്. പക്ഷേ രസകരമായ സംഗതി, ഇതിൽ തന്നെയും സ്പെസിഫിക്കായി പ്രത്യേകമായി എത്ര കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു ആദിവാസികൾക്ക് വേണ്ടി എന്ന് പറയുന്ന 5 കോടി ആദിവാസികൾക്ക് ഗുണം ലഭിക്കുന്നു എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് എത്ര കോടി രൂപ വകയിരുത്തി എന്നതിന് യാതൊരു വ്യക്തതയുമില്ല എന്ന് മനസ്സിലാക്കണം. കേവലമായൊരു പരാമർശം മാത്രമാണ്. കണക്കില്ല എന്നത്, ഇത് എത്ര കോടി വകയിരുത്തി എന്ന് പറയുന്നതിന് യാതൊരു കണക്കും ബഡ്ജറ്റിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നാളെ ബഡ്ജറ്റിനകത്ത് പറഞ്ഞ ആദിവാസികൾക്ക് പ്രയോജനപ്രദമാകുന്ന പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ച് നിങ്ങൾ എന്ത് നടപ്പിലാക്കി എന്ന ചോദ്യം പോലും രാജ്യത്തെ ആദിവാസികൾക്കോ രാജ്യത്തെ പൗരന്മാർക്കോ ജനാധിപത്യവാദികൾക്കോ മനുഷ്യാവകാശ പ്രവർത്തകർക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ നാളെ ചോദ്യം ചെയ്യാൻ പോലും, അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ പോലുമുള്ള സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് എന്നുള്ളത്. അങ്ങേയറ്റം പ്രതിലോമകരമായ ബഡ്ജറ്റാണ്, ജനവിരുദ്ധമായ ബഡ്ജറ്റാണ്, കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും വേണ്ടി മാത്രം ദാസ്യവേല ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഈ നിലകളിലാണ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ പൗരന്മാരോടും പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോടും പെരുമാറുന്നത് എന്ന് പറയുന്നത്. അവരോടുള്ള നിലപാട് എന്താണ്, അവരോടുള്ള മനോഭാവം എന്താണ് എന്ന് ഈ ബഡ്ജറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം പ്രതിലോമകരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങേയറ്റം പ്രതിഷേധാത്മകവുമാണ് എന്ന് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ബഹുജൻ സമാജ് പാർട്ടി ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ധനമന്ത്രിയെയും ഈ കാര്യങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കും എന്നുകൂടിയാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ബഡ്ജറ്റിനെതിരെ ശക്തമായ വലിയ മുന്നേറ്റങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ജനാധിപത്യവാദികളുടെ ഭാഗത്തു നിന്നും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ജയ് ഭീം, ജയ് ഭാരത്.